ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വർഷിക്കപ്പെട്ട സമയത്ത് രൂപം കൊണ്ട മേഘപടലങ്ങൾ. എ. മഷ്റൂം മേഘങ്ങൾ. ബി. ക്ലൗഡ് സ്ട്രീറ്റ്സ്. സി. ഫോഗ്. ഡി. എയർ പോക്കറ്റുകൾ. ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വർഷിക്കപ്പെട്ട സമയത്ത് രൂപം കൊണ്ട മേഘപടലങ്ങൾ. ഉത്തരം എ. മഷ്റൂം മേഘങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ കനാൽ ഏത്? എ. പനാമ കനാൽ. ബി. സൂയസ് കനാൽ. സി. ഗ്രാൻഡ് കനാൽ. ഡി. ആഗ്ര കനാൽ. ലോകത്തിലെ ഏറ്റവും വലിയ കനാൽ ഏത്? ഉത്തരം സി. ഗ്രാൻഡ് കനാൽ. മനുഷ്യ ശരീരത്തിലെ ഉപരിതല വിസ്തീർണം കൂടിയ അവയവം ഏത്? എ. വൃക്ക. ബി. കരൾ. സി. തലച്ചോറ്. ഡി. ശ്വാസകോശം. മനുഷ്യ ശരീരത്തിലെ ഉപരിതല വിസ്തീർണം കൂടിയ അവയവം ഏത്? ഉത്തരം ഡി. ശ്വാസകോശം. ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയന്റെ ആസ്ഥാനം എവിടെയാണ്? എ. ഫ്രാൻസ്. ബി. ന്യൂയോർക്ക്. സി. സ്വിറ്റ്സർലാൻഡ്. ഡി. ബ്രിട്ടൻ. ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം സി. സ്വിറ്റ്സർലാൻഡ്. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ച ദിവസം എന്ന്? എ. 2002 ഓഗസ്റ്റ് 15. ബി. 2010 ജൂലൈ 15. സി. 2019 ജൂൺ 15. ഡി. 2019 ഓഗസ്റ്റ് 15. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ച ദിവസം എന്ന്? ഉത്തരം ബി. 2010 ജൂലൈ 15. ലോകത്തിലെ ആദ്യത്തെ സങ്കര ഇനം തെങ്ങിൻ തോട്ടം സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏത്? എ. നീലേശ്വരം. ബി. മണ്ണുത്തി. സി. തൊടുപുഴ. ഡി. കുട്ടനാട്. ലോകത്തിലെ ആദ്യത്തെ സങ്കര ഇനം തെങ്ങിൻ തോട്ടം സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏത്? ഉത്തരം എ. നീലേശ്വരം. കാറ്റിൻ്റെ രാജ്യം എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? എ. മെക്സിക്കോ. ബി. സ്വീഡൻ. സി. അമേരിക്ക. ഡി. ഡെൻമാർക്ക്. കാറ്റിൻ്റെ രാജ്യം എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഉത്തരം ഡി. ഡെൻമാർക്ക്. ലോക രക്തദാന ദിനം എന്ന്? എ. ജൂൺ 14. ബി. ജൂലൈ 14. സി. ഒക്ടോബർ 2. ഡി. ജൂൺ 10. ലോക രക്തദാന ദിനം എന്ന്? ഉത്തരം എ. ജൂൺ 14. വ്യവസായ വിപ്ലവം ആദ്യം ആരംഭിച്ച രാജ്യം ഏത്? എ. റഷ്യ. ബി. ഇംഗ്ലണ്ട്. സി. ഫ്രാൻസ്. ഡി. അമേരിക്ക. വ്യവസായ വിപ്ലവം ആദ്യം ആരംഭിച്ച രാജ്യം ഏത്? ഉത്തരം ബി. ഇംഗ്ലണ്ട്. 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ആ 3 സംസ്ഥാനങ്ങളിൽ പെടാത്തത്? എ. മണിപ്പൂർ. ബി. മേഘാലയ. സി. നാഗാലാൻഡ്. ഡി. ത്രിപുര. 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ 3-ൽ 1 അല്ലാത്തത്? ഉത്തരം സി. നാഗാലാൻഡ്. ഇപ്പോൾ 3 സംസ്ഥാനങ്ങൾ 2022 ജനുവരി 21 അവിടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ച 3 സംസ്ഥാനങ്ങൾ ഏതാണെന്ന് വെച്ചാൽ മണിപ്പൂർ, മേഘാലയ, ത്രിപുരയാണ് ആ 3 സംസ്ഥാനങ്ങൾ. അതിൽ പെടാത്തതാണ് നാഗാലാൻഡ്.
വ്യാവസായികവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ആര്? എ. മോത്തിലാൽ നെഹ്റു, ബി. സുഭാഷ് ചന്ദ്രബോസ്, സി. ബി.ജി. തിലക്, ഡി. മൗലാന അബ്ദുൽ കലാം ആസാദ്. വ്യാവസായികവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി, അതായത് ആസൂത്രണ കമ്മീഷന്റെ മുൻഗാമി, സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ആരാണ്? ഉത്തരം ബി. സുഭാഷ് ചന്ദ്രബോസ്. വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? എ. രാമൻ നമ്പി, ബി. തലക്കൽ ചന്തു, സി. പഴശ്ശിരാജ, ഡി. എടച്ചേന കുങ്കൻ. വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം എ. രാമൻ നമ്പി. കല്ലുമാല സമരത്തിലെ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആര്? എ. ശ്രീനാരായണ ഗുരു, ബി. അയ്യങ്കാളി, സി. ചട്ടമ്പി സ്വാമികൾ, ഡി. സ്വാമി വിവേകാനന്ദൻ. കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം ബി. അയ്യങ്കാളി. കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം ഏത്? എ. 1990, ബി. 1992, സി. 1991, ഡി. 1959. കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം ഏത്? ഉത്തരം സി. 1991. താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത്? എ. സ്പാനിഷ്, ബി. ഫ്രഞ്ച്, സി. അറബി, ഡി. പോർച്ചുഗീസ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത്? ഉത്തരം ഡി. പോർച്ചുഗീസ്. ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? എ. തൃശൂർ, ബി. കണ്ണൂർ, സി. കോഴിക്കോട്, ഡി. മലപ്പുറം. ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? ഉത്തരം സി. കോഴിക്കോട്. 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ്? എ. ദക്ഷിണ കൊറിയ, ബി. അഫ്ഗാനിസ്ഥാൻ, സി. ഇന്ത്യ, ഡി. ജപ്പാൻ. 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ്? ഉത്തരം ഡി. ജപ്പാൻ. ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി 60-ൽ നിന്ന് 50-ആയി കുറച്ച് സംസ്ഥാനം ഏത്? എ. ജാർഖണ്ഡ്, ബി. മഹാരാഷ്ട്ര, സി. ഒറീസ, ഡി. ഛത്തീസ്ഗഡ്. ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി 60-ൽ നിന്ന് 50-ആയി കുറച്ച സംസ്ഥാനം ഏത്? ഉത്തരം എ. ജാർഖണ്ഡ്. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം ഏത്?
എ രണ്ടാം മുഴം, ബി ഉമ്മാച്ചു, സി അഗ്നിസാക്ഷി, ഡി ഇനി ഞാൻ ഉറങ്ങട്ടെ. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം ഏത്? ഉത്തരം സി അഗ്നിസാക്ഷി. കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? എ പാലക്കാട്, ബി മലപ്പുറം, സി കോഴിക്കോട്, ഡി തൃശൂർ. കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ബി മലപ്പുറം. കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? എ ജി അരവിന്ദൻ, ബി അടൂർ ഗോപാലകൃഷ്ണൻ, സി പി പത്മരാജൻ, ഡി ഭരതൻ. കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ഉത്തരം എ ജി അരവിന്ദൻ. കുമാരനാശാൻ അന്തരിച്ച വർഷം ഏത്? എ 1922, ബി 1924, സി 1926, ഡി 1928. കുമാരനാശാൻ അന്തരിച്ച വർഷം ഏത്? ഉത്തരം ബി 1924. കാട്ടുകുതിര എന്ന സിനിമയുടെ തിരാകഥാകൃത്ത് ആരാണ്? എ തകഴി ശിവശങ്കരൻ പിള്ള, ബി പി സി കുട്ടിക്കൃഷ്ണൻ, സി എസ് എൽ പൂരം സദാനന്ദൻ, ഡി രാമു കാര്യാട്ട്. കാട്ടുകുതിര എന്ന സിനിമയുടെ തിരാകഥാകൃത്ത് ആരാണ്? ഉത്തരം സി എസ് എൽ പൂരം സദാനന്ദൻ. ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയത് ആരാണ്? എ എസ് ഗുപ്തൻ നായർ, ബി ജോസഫ് മുണ്ടശ്ശേരി, സി എം ലീലാവതി, ഡി സുകുമാർ അഴീക്കോട്. ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയത് ആരാണ്? ഉത്തരം എ എസ് ഗുപ്തൻ നായർ. ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ്? എ റസൂൽ പൂക്കുട്ടി, ബി സത്യജിത് റോ, സി പി ജെ ആന്റണി, ഡി എം ടി വാസുദേവൻ നായർ. ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ്? ഉത്തരം എ റസൂൽ പൂക്കുട്ടി. തേവര പാലം ഏത് നദിക്ക് കുറുകെയാണ് സ്ഥിതി ചെയ്യുന്നത്? എ പെരിയാർ, ബി വളപട്ടണം, സി ചാലിയാർ, ഡി മണിമലയാർ. തേവര പാലം ഏത് നദിക്ക് കുറുകെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം എ പെരിയാർ. കേരളത്തിലെ നദികളിൽ വൈദ്യുതോൽപാദനം ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഏത് നദിയിലാണ്? എ ചാലിയാർ, ബി ഭാരതപ്പുഴ, സി പെരിയാർ, ഡി പാമ്പാർ. കേരളത്തിലെ നദികളിൽ വൈദ്യുതോൽപാദനം ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഏത് നദിയിലാണ്? ഉത്തരം സി പെരിയാർ. കാലടി ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം താഴെ പറയുന്നവയിൽ ഏത് നദിയുടെ തീരത്താണ്? എ പമ്പ, ബി പെരിയാർ, സി ഭാരതപ്പുഴ, ഡി ചാലിയാർ. കാലടി ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം താഴെ പറയുന്ന ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം ബി പെരിയാർ. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏത്? എ കോഴിക്കോട്, ബി മലപ്പുറം, സി വയനാട്, ഡി കോട്ടയം. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏത്? ഉത്തരം സി വയനാട്.
ജലജീവികളിൽ ഏറ്റവും കൂടുതൽ കാലം ആയുസ്സുള്ള സസ്തനം ഏത്? എ. നീലത്തിമിംഗലം, ബി. കരിമീൻ, സി. ഞണ്ട്, ഡി. നീരാളി. ജലജീവികളിൽ ഏറ്റവും കൂടുതൽ കാലം ആയുസ്സുള്ള സസ്തനം ഏത്? ഉത്തരം എ. നീലത്തിമിംഗലം. ചെവി ഉപയോഗിച്ച് ഇരുട്ടിൻ മുന്നിലെ തടസ്സങ്ങൾ തിരിച്ചറിയുന്ന ജീവി ഏത്? എ. കൊക്ക്, ബി. വവ്വാൽ, സി. കാക്ക, ഡി. പരുന്ത്. ചെവി ഉപയോഗിച്ച് ഇരുട്ടിൻ മുന്നിലെ തടസ്സങ്ങൾ തിരിച്ചറിയുന്ന ജീവി ഏത്? ഉത്തരം എ. വവ്വാൽ. അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ഇരുട്ടത്ത് പറക്കുന്ന ജീവി ഏത്? എ. കൊക്ക്, ബി. വവ്വാൽ, സി. കാക്ക, ഡി. പരുന്ത്. അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ഇരുട്ടത്ത് പറക്കുന്ന ജീവി ഏത്? ഉത്തരം ബി. വവ്വാൽ. പറക്കുന്ന കുറുക്കൻ എന്നറിയപ്പെടുന്നത് എന്ത്? എ. കൊക്ക്, ബി. വവ്വാൽ, സി. കാക്ക, ഡി. പരുന്ത്. പറക്കുന്ന കുറുക്കൻ എന്നറിയപ്പെടുന്നത് എന്ത്? ഉത്തരം ബി. വവ്വാൽ. വെളുത്ത സ്വർണം എന്ന് വിളിക്കപ്പെടുന്ന നാണ്യവിളം ഏത്? എ. കശുവണ്ടി, ബി. ഗ്രാമ്പു, സി. കുങ്കുമം, ഡി. കുരുമുളക്. വെളുത്ത സ്വർണം എന്ന് വിളിക്കപ്പെടുന്ന നാണ്യവിളം ഏത്? ഉത്തരം എ. കശുവണ്ടി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യപ്പെടുന്ന ധാന്യവിള ഏത്? എ. ഗോതമ്പ്, ബി. നെല്ല്, സി. ബാർലി, ഡി. ഓട്സ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യപ്പെടുന്ന ധാന്യവിള ഏത്? ഉത്തരം ബി. നെല്ല്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണത്തിൽ കൃഷി ചെയ്യപ്പെടുന്ന വിള ഏത്? എ. ഗോതമ്പ്, ബി. നെല്ല്, സി. ബാർലി, ഡി. ഓട്സ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണത്തിൽ കൃഷി ചെയ്യപ്പെടുന്ന വിള ഏത്? ഉത്തരം ബി. നെല്ല്. ഏറ്റവും വലിപ്പം കൂടിയ കുഞ്ഞിനെ പ്രസവിക്കുന്ന ജീവി ഏത്? എ. കരിമീൻ, ബി. ഞണ്ട്, സി. നീലത്തിമിംഗലം, ഡി. നീരാളി. ഏറ്റവും വലിപ്പം കൂടിയ കുഞ്ഞിനെ പ്രസവിക്കുന്ന ജീവി ഏത്? ഉത്തരം സി. നീലത്തിമിംഗലം. ഏറ്റവും ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കുന്ന ജലജീവി ഏത്? എ. കരിമീൻ, ബി. ഞണ്ട്, സി. നീലത്തിമിംഗലം, ഡി. നീരാളി. ഏറ്റവും ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കുന്ന ജലജീവി ഏത്? ഉത്തരം സി. നീലത്തിമിംഗലം. ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? എ. പെരിയാർ, ബി. ഗംഗ, സി. യമുന, ഡി. ബ്രഹ്മപുത്ര. ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ഉത്തരം ഡി. ബ്രഹ്മപുത്ര. ആസാമിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? എ. പെരിയാർ, ബി. ഗംഗ, സി. യമുന, ഡി. ബ്രഹ്മപുത്ര. ഉത്തരം ഡി. ബ്രഹ്മപുത്ര. കേരളത്തിലെ 2 ജില്ലകളിലൂടെയാണ് പെരിയാർ ഒഴുകുന്നത്. ആ 2 ജില്ലകൾ ഏവ? എ. വയനാട്, ഇടുക്കി, ബി. ഇടുക്കി, എറണാകുളം, സി. കോട്ടയം, എറണാകുളം, ഡി. തൃശ്ശൂർ, ഇടുക്കി. കേരളത്തിലെ 2 ജില്ലകളിലൂടെയാണ് പെരിയാർ ഒഴുകുന്നത്. ആ 2 ജില്ലകൾ ഏവ? ഉത്തരം
ബി ഇടുക്കി എറണാകുളം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? എ ചാലിയാർ, ബി ഭാരതപ്പുഴ, സി പെരിയാർ, ഡി പമ്പ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉത്തരം സി പെരിയാർ. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? എ ചാലിയാർ, ബി ഭാരതപ്പുഴ, സി പെരിയാർ, ഡി പമ്പ. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉത്തരം ബി ഭാരതപ്പുഴ. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ നദി. ഉത്തരം ബി ഭാരതപ്പുഴ. താഴെ തന്നിരിക്കുന്നതിൽ ഏത് ജില്ലയിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകാത്തത്? എ തൃശ്ശൂർ, ബി മലപ്പുറം, സി വയനാട്, ഡി പാലക്കാട്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് ജില്ലയിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകാത്തത്? ഉത്തരം സി വയനാട്. ഏത് നദിയുടെ ഉത്ഭവസ്ഥാനമാണ് ആനമല? എ ഭാരതപ്പുഴ, ബി പമ്പ, സി പെരിയാർ, ഡി ചാലിയാർ. ഏത് നദിയുടെ ഉത്ഭവസ്ഥാനമാണ് ആനമല? ഉത്തരം എ ഭാരതപ്പുഴ. ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, തൂത്തുപുഴ ഇവ ഏതു നദിയുടെ പ്രധാന പോഷക നദികളാണ്? എ ചാലക്കുടി പുഴ, ബി മഞ്ചേശ്വരം പുഴ, സി പെരിയാർ, ഡി ഭാരതപ്പുഴ. ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, തൂത്തുപുഴ ഇവ ഏതു നദിയുടെ പ്രധാന പോഷക നദികളാണ്? ഉത്തരം ഡി ഭാരതപ്പുഴ. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ. ഏത് നദിയുടെ പോഷക നദിയാണ് കുന്തിപ്പുഴ? എ കൽപ്പാത്തിപ്പുഴയുടെ, ബി തൂത്തുപുഴയുടെ, സി കട്ടപ്പനയാറിൻ്റെ, ഡി ചെറുതോണിയാറിൻ്റെ. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ. ഏത് നദിയുടെ പോഷക നദിയാണ് കുന്തിപ്പുഴ? ഉത്തരം ബി തൂത്തുപുഴയുടെ. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് എവിടെ വച്ചാണ്? എ അടിമാലി, ബി പൊന്നാനി, സി ആലുവ, ഡി ചേർത്തല. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് എവിടെ വച്ചാണ്? ഉത്തരം ബി പൊന്നാനി. കാഴ്ചയെ സ്വാധീനിക്കുന്ന ജീവകം ഏത്? എ വൈറ്റമിൻ എ, ബി വൈറ്റമിൻ ബി, സി വൈറ്റമിൻ സി, ഡി വൈറ്റമിൻ ഡി. കാഴ്ചയെ സ്വാധീനിക്കുന്ന ജീവകം ഏത്? ഉത്തരം എ വൈറ്റമിൻ എ. കമ്പ്യൂട്ടർ എന്ന പദം ഏതു ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത്? എ ഗ്രീക്ക്, ബി ലാറ്റിൻ, സി ഇംഗ്ലീഷ്, ഡി അറബി. കമ്പ്യൂട്ടർ എന്ന പദം ഏതു ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത്? ഉത്തരം ബി ലാറ്റിൻ. കമ്പ്യൂട്ടർ എന്ന പദം ഏതു ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത്? ഉത്തരം ബി ലാറ്റിൻ. ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം എത്രയാണ്? എ 18, ബി 21, സി 23, ഡി 30. ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം എത്രയാണ്? ഉത്തരം എ 18. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനം ഏത്? എ തമിഴ്നാട്, ബി ഡൽഹി, സി കേരളം, ഡി മുംബൈ. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനം ഏത്? ഉത്തരം സി കേരളം.
പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഫലമായി ഉടലെടുത്ത പുതിയ ഭാഷ ഏത്? എ. മലയാളം, ബി. ഇംഗ്ലീഷ്, സി. ലാറ്റിൻ, ഡി. ഉറുദു. പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഫലമായി ഉടലെടുത്ത പുതിയ ഭാഷ ഏത്? ഉത്തരം ഡി. ഉറുദു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? എ. 1950 ജനുവരി 26, ബി. 1950 ജനുവരി 22, സി. 1950 ജനുവരി 30, ഡി. 1950 നവംബർ 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം എ. 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? എ. ഡോക്ടർ ബി. ആർ. അംബേദ്കർ, ബി. രാജേന്ദ്ര പ്രസാദ്, സി. ജെ. ബി. കൃപലാനി, ഡി. ജെ. ജെ. തോംസൺ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം എ. ഡോക്ടർ ബി. ആർ. അംബേദ്കർ. ഏറ്റവും അധികം ലോകസഭാ മണ്ഡലങ്ങൾ ഉള്ള സംസ്ഥാനം ഏത്? എ. മധ്യപ്രദേശ്, ബി. ഉത്തർപ്രദേശ്, സി. കേരളം, ഡി. തമിഴ്നാട്. ഏറ്റവും അധികം ലോകസഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം ഏത്? ഉത്തരം ബി. ഉത്തർപ്രദേശ്. ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള മൗലിക അവകാശങ്ങൾ എത്രയാണ്? എ. 5, ബി. 6, സി. 10, ഡി. 12. ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള മൗലിക അവകാശങ്ങൾ എത്രയാണ്? ഉത്തരം ബി. 6. ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സായി കുറച്ച വർഷം ഏത്? എ. 1986, ബി. 1988, സി. 1987, ഡി. 1989. ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സായി കുറച്ച വർഷം ഏത്? ഉത്തരം ഡി. 1989. വിദേശ രാജ്യങ്ങളിലേക്കുള്ള നയതന്ത്ര പ്രതിനിധികളായ അംബാസഡർമാരെ നിയമിക്കുന്നത് ആര്? എ. ഉപരാഷ്ട്രപതി, ബി. ജഡ്ജി, സി. രാഷ്ട്രപതി, ഡി. ഗവർണർ. വിദേശ രാജ്യങ്ങളിലേക്കുള്ള നയതന്ത്രപരമായ പ്രതിനിധികളായ അംബാസഡർമാരെ നിയമിക്കുന്നത് ആര്? ഉത്തരം സി. രാഷ്ട്രപതി. കിഴക്കോട്ട് ഒഴുകുന്നവയിൽ ഏറ്റവും വലിയ നദി ഏത്? എ. കബനി, ബി. പാമ്പാർ, സി. നെയ്യാർ, ഡി. ഭവാനി. കിഴക്കോട്ട് ഒഴുകുന്നവയിൽ ഏറ്റവും വലിയ നദി ഏത്? ഉത്തരം എ. കബനി. കേരളത്തിൽ എത്ര നദികളാണ് ഉള്ളത്? എ. 3, ബി. 44, സി. 50, ഡി. 68. കേരളത്തിൽ എത്ര നദികളാണ് ഉള്ളത്? ഉത്തരം ബി. 44. കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി ഏത്? എ. നെയ്യാർ, ബി. മണിമലയാർ, സി. പാമ്പാർ, ഡി. ചാലക്കുടിപ്പുഴ. കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി ഏത്? ഉത്തരം സി. പാമ്പാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? എ. പമ്പ, ബി. ചാലിയാർ, സി. ചാലക്കുടിപ്പുഴ, ഡി. പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉത്തരം ഡി. പെരിയാർ.
കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറിൻ്റെ നീളം 244 കിലോമീറ്ററാണ്. ഇത് എത്ര മൈൽ ആണ്? എ 152 മൈൽ, ബി 155 മൈൽ, സി 159 മൈൽ, ഡി 160 മൈൽ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറിൻ്റെ നീളം 244 കിലോമീറ്ററാണ്. ഇത് എത്ര മൈൽ ആണ്? ഉത്തരം എ 152 മൈൽ.